എവരിവൺ, സോ വെൽക്കം ബാക്ക്. ഇത് നമ്മുടെ മലേഷ്യൻ ട്രിപ്പിലെ അവസാനത്തെ വീഡിയോ ആണ്. ഇത് മലേഷ്യയിലെ 2 മെയിൻ ഡെസ്റ്റിനേഷൻ മാത്രം കാണിച്ചുകൊണ്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കോലാലംപൂരിൻ്റെ സ്വന്തം KLCC അക്വേറിയയിലോട്ടാണ്. ഈസി ആയിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എല്ലാം തന്നെ ആക്സസിബിൾ ആവുന്ന ഒരു പ്ലേസിലാണ് ഈ KLCC അക്വേറിയ. ഇവിടെ പോകാൻ താല്പര്യമുള്ളവർക്ക് ഒന്നെങ്കിൽ നേരത്തെ തന്നെ ഓൺലൈനായിട്ട് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ. നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമ്മൾ അവിടെ ചെന്നതിന് ശേഷമാണ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. പെർ ഹെഡ് 75 റിംഗറ്റായിരുന്നേ നമുക്കിവിടെ എൻട്രി ടിക്കറ്റ് ചാർജ് ആയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ രണ്ടുപേരും നേരത്തെ തന്നെ ഇൻഡോർ അക്വേറിയം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇവിടെ വരാനായിട്ട് അത്രയ്ക്ക് എക്സൈറ്റഡ് ഒന്നും അല്ലായിരുന്നു കേട്ടോ. എന്നാലും കോലാലംപൂർ വന്നിട്ട് അവിടുത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡെസ്റ്റിനേഷനിലൊന്നായ ഈ അക്വേറിയത്തിൽ വന്നില്ലെങ്കിൽ മോശമല്ലേ. അത് മാത്രമല്ല, നമ്മൾ ഫാമിലി എല്ലാവരും ഒന്നിച്ചു പോയി എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു പ്രത്യേകത ഉണ്ടല്ലോ അല്ലേ. ഞങ്ങൾ നേരത്തെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ ജർമ്മനിയിലുള്ള ഒരു ഇൻഡോർ അക്വേറിയത്തിലാണ്. അവിടെ നമ്മൾ പെൻഗ്വിനെയും ഒരുപാട് വെറൈറ്റി ഫിഷസിനെ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ എല്ലാം ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ അക്വേറിയത്തിൽ വന്നിട്ട് നമ്മൾ കാര്യമായ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. വളരെ കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇൻഡോർ അക്വേറിയവും അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കംപ്ലീറ്റ് കാഴ്ചകളും ഒക്കെ കാണാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മൈനോ ഐലൻഡ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ആ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കാമേ. അന്ന് ഞങ്ങൾ അവിടെ കാണാത്തൊരു ഐറ്റമാണ് ഇത്, അതുകൊണ്ട് ഇവൻ്റെ വീഡിയോ കാര്യമായിട്ട് പിടിച്ചെടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഇൻഡോർ അക്വേറിയം വിസിറ്റ് ചെയ്യുന്നവർക്ക് എന്തായാലും ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ആയിരിക്കും. അല്ല, നേരത്തെ കുറേ വട്ടം പോയിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയതായിട്ടൊന്നും ഫീൽ ചെയ്യത്തില്ല. ഞങ്ങൾ എന്തായാലും കുറേ നേരം എല്ലായിടവും പോയി കറങ്ങി നടന്ന് കണ്ടേ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അക്വേറിയത്തിൻ്റെ കാഴ്ചകൾ. ഇനി പോകുന്നത് ഞാൻ ഏറ്റവും കാണാനും പോകാനും ഒക്കെ ആഗ്രഹിച്ചിരുന്നൊരു ഡെസ്റ്റിനേഷനിലോട്ടാണ്. വേറെ എങ്ങുമല്ല, ഈ കാണുന്ന പെട്രോണസ് ട്വിൻ ടവറിലേക്ക്. മലേഷ്യ എന്ന് ഓർക്കുമ്പം എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് ഈ ട്വിൻ ടവറിൻ്റെ ഫോട്ടോയാണ്. എനിക്ക് മാത്രമല്ല, ഓൾമോസ്റ്റ് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഇവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ പ്ലാൻ ചെയ്തൊക്കെയാണ് ഞാൻ പോയത്. പക്ഷെ എന്ത് പറ്റിയെന്ന് വഴിയെ പറയാവേ. KLCC അക്വേറിയത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ പെട്രോണാസ് ട്വിൻ ടവർ. അതുകൊണ്ട് ഈ 2 ഡെസ്റ്റിനേഷനും പോകാൻ ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടും ഒരു ദിവസമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ടൈം മാനേജ് ചെയ്യാൻ പറ്റുമേ. നമ്മൾ ഏകദേശം ഈവനിങ് ടൈമാണ് ഇവിടെ പോയിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും വെയിറ്റ് ചെയ്തിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളെ കാണുന്നത്. വേറൊന്നുമല്ല, ഏകദേശം രാത്രിയായി 7-7:30 ആകുമ്പോഴാണെന്ന് തോന്നുന്നു ഇവിടെ ഒരു ഡാൻസിങ് വാട്ടർ ഷോ ഉണ്ട്. അത് കാണാൻ വേണ്ടിയാണ് ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. കാത്തിരിപ്പിനൊടുവിൽ ഏകദേശം സന്ധ്യയൊക്കെ ആയി. ടവറിലും ചുറ്റുമുള്ള ബിൽഡിങ്സിലും ഒക്കെ ലൈറ്റൊക്കെ വന്നു കഴിയുമ്പോൾ അവിടെ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ എന്തു പറയാൻ, അത്യാവശ്യം നല്ല രാത്രിയായി. ടവറൊക്കെ കാണാൻ നല്ല അടിപൊളി ഭംഗിയായപ്പോഴത്തേനും മലേഷ്യയിലെ കാലാവസ്ഥ ഞങ്ങളെ ചതിച്ചു. നല്ല ഉഗ്ര മഴയായിരുന്നു. ഇവിടുത്തെ കാലാവസ്ഥ അത് ശരിക്കും അൺപ്രഡിക്റ്റബിൾ ആണ്. നല്ല വെയിലുള്ളൊരു ദിവസമായിരുന്നു, പെട്ടെന്ന് മഴ. എന്തു പറയാൻ, ഞങ്ങൾ മലേഷ്യയിൽ നിന്ന് മിക്ക ദിവസവും ഈ സെയിം അവസ്ഥ തന്നെയായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ഡാൻസിങ് വാട്ടർ ഷോ. അങ്ങനാണെന്ന് തോന്നുന്നു പറയുന്നത്. ഏകദേശം 7:30 ഇവരിത് തുടങ്ങുന്നത്. എന്തായാലും നേരിട്ട് കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയായിരുന്നേ.
ഈ ടവർ കാണാൻ ഏറ്റവും ബ്യൂട്ടിഫുൾ നൈറ്റ് ടൈം ആണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് ഏകദേശം ഒരു ഈവനിങ് ടൈമിലുമായിരുന്നു ഞങ്ങളിവിടെ എത്തിയത്. എന്തോ ഇപ്പോൾ പുറത്ത് ഭയങ്കര മഴയാണ്, അതുകൊണ്ട് അത്രയ്ക്ക് ഇങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങി നമ്മൾ എക്സ്പ്ലോർ ചെയ്തില്ല. നമ്മളിവിടെ ജസ്റ്റ് ടവറിൻ്റെ അകത്തല്ലേ ഇവിടെ തന്നെ നമുക്ക് എൻട്രൻസ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. അപ്പുറം കൗണ്ടേഴ്സ് ഉണ്ട്. നമ്മളിപ്പോൾ ഈ ടവറിൻ്റെ അകത്ത് വെയിറ്റ് ചെയ്യാണ്. കുറേ നേരം നമ്മളിവിടെ വെയിറ്റ് ചെയ്യും, എന്നിട്ട് നമ്മൾ പോകത്തുള്ളൂ. എന്തായാലും നമ്മൾ ഫ്രണ്ടിലൊക്കെ പോയി എല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ടേ ഇന്ന് പോകുന്നുള്ളൂ. നമ്മൾ ഇതിനടുത്ത് തന്നെയാണ് KLCC പാർക്ക് ഉള്ളത്. നമ്മൾ കുറേ നേരം അവിടെ ഇവരും സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അടുത്ത് തന്നെയാണ് അക്വേറിയ KLCC ഉള്ളത്. മോളുണ്ട്, സൂര്യ മോൾ എന്ന് പറയുന്ന മോളുണ്ട്. ഇവിടെ എല്ലാം നമ്മൾ ഓൾമോസ്റ്റ് എല്ലായിടവും കയറി കഴിഞ്ഞു. ഇനി പെട്രോണസ് ട്വിൻ ടവറിന്റെ ഫ്രണ്ട് വ്യൂ മാത്രം നമുക്ക് ട്വിൻ ടവർ കണ്ടു. നമ്മൾ പല ആംഗിളിൽ കണ്ടു, എക്സാക്ട് എൻട്രൻസിലെ ഫ്രണ്ട് വ്യൂ മാത്രം നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതാണ് ഇനി നമ്മുടെ ലക്ഷ്യം. അപ്പം നമുക്ക് കുറച്ച് ട്വിൻ ടവർ ദൃശ്യങ്ങൾ കണ്ടാലോ? മഴയായിരുന്നുകൊണ്ട് ശരിക്കും ഞങ്ങൾ ഒരുപാട് വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലേ. വളരെ കുറച്ച് വീഡിയോ മാത്രമേ ഫ്രണ്ടിൽ പോയി ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാലും ഫ്രണ്ടിൽ ചെന്നിരുന്ന് കാണുമ്പോൾ അതിൻ്റെ ഒരു ഫീല് അത് വേറെ തന്നെ ആയിരുന്നേ. അപ്പം അത്രയേ ഉള്ളൂ ഈ വീഡിയോ. ബൈ ബൈ.